സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ പദ്ധതിയും സ്വപ്നയുടെ വെളിപ്പെടുത്തലും ശിവശങ്കരൻ്റെ അവസ്ഥയും ഒക്കെ നിലനിന്നിട്ടും രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രകൃതി ദുരന്തം, നിപ്പ, കോവിഡ് തുടങ്ങിയവ സമൂഹത്തെ ബാധിച്ചപ്പോൾ പിണറായി നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിന് കാരണമായത് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നു കോൺഗ്രസ്സുകാർ. മാത്രമല്ല, കോൺഗ്രസ്സുകാർ 2026 അധികാരം പിടിക്കുമെന്ന് മനക്കോട്ട കിട്ടുകയും ചെയ്യുന്നു. പക്ഷേ അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. BJP വോട്ട് കുത്തനെ വളർന്നിരിക്കുന്നു. BJP വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുത്തനെ വളർന്നു. ആ വളർച്ചയാണ് UDFൻ്റെ നിർണായകമായ പല മണ്ഡലങ്ങളിലെയും തോൽവിക്ക് കാരണം. കണക്കുകൾ അനുസരിച്ച് ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗം 52.72% വരും. ഇതിൽ ക്രിസ്ത്യൻ സമുദായത്തെ ഒരു പരിധിവരെ കയ്യിലെടുക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. ലവ് ജിഹാദിനെതിരെയുള്ള പോരാട്ടത്തെ മുൻനിർത്തിയാണ് ക്രിസ്ത്യൻ വിഭാഗത്തെ കയ്യിലെടുത്തത്. കാസ പോലെയുള്ള ക്രിസ്ത്യൻ സംഘടനകളെ. കോതമംഗലത്ത് TTC വിദ്യാർത്ഥി സോന എൽദോ ആത്മഹത്യ ചെയ്തത് വലിയൊരു വാർത്തയാക്കാനും വലിയൊരു ചലനം സൃഷ്ടിക്കാനും BJP ശ്രമിച്ചു. അതിന് പിന്നിൽ ലവ് ജിഹാദാണെന്ന് BJP ആരോപിച്ചു. അതേസമയം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ ചെയ്തതും ജയിലിലടച്ചതും ഒക്കെ BJPക്ക് തിരിച്ചടിയായി മാറി. ക്രൈസ്തവ സമുദായത്തെ പിണക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ പ്രത്യേക സംഘത്തെ രാജീവ് ചന്ദ്രശേഖർ അങ്ങ് ഛത്തീസ്ഗഡിലേക്ക് അയച്ചത്. 2026 കേരളം പിടിക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് അമിത്ഷാ പറയുന്നുണ്ടെങ്കിലും 2026 2031 അവരുടെ ലക്ഷ്യം. സീറോ മലബാർ സഭ പോലെയുള്ള ബൾക്കായി വോട്ട് ചെയ്യുന്ന ക്രൈസ്തവ സഭകളുടെ സ്വാധീനം, അവരുടെ സഹകരണം, അവരുടെ വോട്ടുകൾ BJPക്ക് ലഭിച്ചത് കൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത്. കള്ളവോട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കള്ളവോട്ട് കുറേയൊക്കെ നടന്നു കാണും. പക്ഷേ 75,000 വോട്ടിൻ്റെ മാരകമായ ഒരു ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിച്ചതിന് പിന്നിൽ സീറോ മലബാർ സഭയുടെ കരങ്ങളുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ടാണ് 2026 തൂക്ക് മന്ത്രിസഭ വരാൻ വേണ്ടി BJP ആഗ്രഹിക്കുന്നത്. കുറഞ്ഞത് 10 ഇടങ്ങളിലെങ്കിലും ജയിച്ച് തൂക്ക് മന്ത്രിസഭ വരുത്താൻ BJP ആഗ്രഹിക്കുന്നു. BJP നേതൃത്വം നൽകുന്ന NDAയിൽ ഒരു ഘടകകക്ഷി BDJS ആണ്, മറ്റൊരു ഘടകകക്ഷി കാമരാജ് കോൺഗ്രസ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ BJP ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. തൃശ്ശൂരിൽ BJPയുടെ വിജയത്തിന് ഒരുപാട് പ്രത്യേകതകളും അഭിമാനവും ഉണ്ട്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ് BJP വിജയിച്ചത്. കോൺഗ്രസിനെ ക്രൈസ്തവർ കൈവിട്ടു എന്നർത്ഥം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും ലോക്സഭയിലുള്ള രാഷ്ട്രീയമല്ല വ്യക്തമാകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇതുപോലെ തന്നെ തകർന്ന് തരിപ്പണമായിരുന്നു. അന്ന് ശബരിമല വിഷയം വലിയ ഒരു യാഥാർത്ഥ്യമായി വന്നു. അതിനുശേഷം പിണറായി സർക്കാർ വളരെ കരുതലോടെയാണ് കരുക്കൾ നീക്കിയത്. ആ കരുക്കളാണ് 2021 പിണറായി സർക്കാരിന് വിജയം നേടിക്കൊടുത്തത്. 2021 വിജയം വലിയൊരു വിജയം തന്നെയാണ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം. ഒരു തുടർ ഭരണം വീണ്ടും ലഭിച്ചു. ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് കരുതിയാണ് ജനങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിന് വോട്ടിട്ടത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ ജാതി രാഷ്ട്രീയത്തെ, മതരാഷ്ട്രീയത്തെ, BJPയുടെ മതരാഷ്ട്രീയത്തെ തകർക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ചവർ കോൺഗ്രസിന് വോട്ടിട്ടു. അതുകൊണ്ടാണ് കോൺഗ്രസ് നല്ലൊരു വിജയം നേടിയത്. അതിനു മുമ്പും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് ഇല്ല. അതാണ് CPMൻ്റെ ആത്മവിശ്വാസം. മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിശക്തമായി പിണറായി വിജയൻ ആരംഭിച്ചു കഴിഞ്ഞു.
സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSSനെ പുകഴ്ത്തിയ നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ച ഏക നേതാവ്, ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മാത്രമല്ല, കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസ ഫ്ലക്സിൽ സവർക്കറിന്റെ പടം, RSSന്റെ നേതാവായ സ്ഥാപകനായ സവർക്കറിന്റെ പടം ഗാന്ധിജിയുടെ മുകളിൽ വെച്ചതിനെയും പിണറായി നിശിതമായി വിമർശിച്ചു. ഒരൊറ്റ മുഖ്യമന്ത്രിമാരും, കോൺഗ്രസ് ഭരിക്കുന്ന ഒരൊറ്റ മുഖ്യമന്ത്രിമാരും ഇത് വിമർശിച്ചില്ല. പക്ഷേ പിണറായി വിജയൻ കൃത്യമായി വിമർശിച്ചു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആ വിമർശനത്തിലൂടെ തന്നെ പിണറായി വിജയൻ ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും പിന്തുണ, കയ്യടി നേടിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇപ്പോൾ കോൺഗ്രസിനാണ്. പക്ഷെ അവരെ വിശ്വസിക്കാനാവില്ല. അവരുടെ വെൽഫെയർ പാർട്ടിയെ കോൺഗ്രസിൻ്റെ അസോസിയേറ്റ് പാർട്ടിയായി അംഗീകരിക്കണം എന്നാണ് അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം നടന്നില്ലെങ്കിൽ അവർ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് അടർന്നു മാറാനുള്ള സാധ്യതയുമുണ്ട്. വെൽഫെയർ പാർട്ടി എപ്പോഴും വോട്ട് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയം നോക്കിയാണ്. നിയമസഭയിലെത്തുമ്പോൾ കേരളത്തിൽ BJPയെ തുരത്തുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ സംഘപരിവാർ ശക്തികളെ പ്രതിരോധിക്കുന്ന ഏക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, CPM പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് തന്നെ ലഭിക്കും എന്ന ആത്മവിശ്വാസം CPMനുണ്ട്. മറ്റൊന്ന്, CPMന്റെ വോട്ട് ബാങ്കാണ്. CPMന്റെ വോട്ട് ബാങ്ക് ഈഴവ സമുദായമാണ്. മുസ്ലിം സമുദായത്തെക്കാൾ കൂടുതലാണ് കണക്കിൽ ഈഴവ സമുദായം. ഈഴവ സമുദായത്തിലെ വോട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിള്ളൽ വീണു. അതുകൊണ്ടാണ് ഈ ആലപ്പുഴയ്ക്ക് ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞത്. പക്ഷേ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ മാത്രമേ വോട്ട് ചെയ്യൂ. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈഴവ സമുദായക്കാരനാണ്. ഈഴവ സമുദായക്കാരിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് ശങ്കറിന് ശേഷം DS അച്യുതാനന്ദനും അതിനുശേഷം നമ്മുടെ പിണറായി വിജയനുമാണ്. അതുകൊണ്ട് പിണറായി വിജയനോട് അവർ വളരെ ആഭിമുഖ്യം പുലർത്തുന്നു. കോൺഗ്രസുമായി ചർച്ചയൊക്കെ നടത്തി പ്രതിപക്ഷ നേതാവും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള പിണക്കമൊക്കെ മറന്നെങ്കിലും സാധാരണക്കാരായ ഈഴവക്കാരുടെ മനസ്സിൽ ഇനിയും ഒരു ഈഴവ മുഖ്യമന്ത്രി തന്നെ വരണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. അത് പിണറായി വിജയൻ നന്നായി തന്ത്രപൂർവ്വം മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ അലസമായി CPM കാണുന്നത്, 2026 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ. അതേസമയം അപ്പുറത്ത് കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ഗതികേടാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പെണ്ണ് കേസും ഒക്കെ വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ ആകെ നാറ്റിച്ചിരിക്കുകയാണ്. ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM ആയുധമാക്കി മാറ്റും, വജ്രായുധമാക്കി തന്നെ മാറ്റും. അതുകൊണ്ടാണ് CPM വളരെ ലാഘവപൂർവം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. CPM ആത്മവിശ്വാസത്തിലാണ്. അവരുടെ ആത്മവിശ്വാസത്തിന് കാരണമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടായി കാണുന്നവരാണ് കേരളത്തിലെ വോട്ടർമാർ. അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരികെ എത്തി CPMനും LDFനും വോട്ട് ചെയ്യും എന്ന ആത്മവിശ്വാസത്തിന് പിന്നിൽ ഇതൊക്കെയാണ് ഘടകങ്ങൾ.